അങ്ങനെ മജ്ദൂബുകളുടെ ഒരു ലോകത്തായിരുന്നു ഒരു ടൈമിൽ ബഹുമാനപ്പെട്ട മാമുക്കോയ പാപ്പ ഉണ്ടായിരുന്നത്. ആ മാമുക്കോയ പാപ്പ മജ്ദൂബായ ടൈമിൽ പഞ്ചസാര കൊണ്ട് ഒരു തോണിയിൽ കൊണ്ടുവന്നിറക്കി രഹസ്യമായി വിൽപ്പന നടത്താൻ നോക്കുന്ന ആളെ അരികിൽ നിന്ന് അല്പം പഞ്ചസാര എടുത്ത് ഇങ്ങനെ വായിലിട്ട് ഡ്രസ്സിലേക്ക് ശ്രദ്ധയില്ല, എന്താണ് ഉടുത്തതിലേക്ക് ശ്രദ്ധയില്ല, അങ്ങനെയുള്ള നടക്കുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഒരൊറ്റ അടി കൊടുത്തു അയാൾക്ക് ആളറിയില്ല, പാപ്പാനറിയില്ല. അപ്പോ പാപ്പ ഒന്നും തിരിച്ചു ചെയ്തില്ല. പാപ്പ അങ്ങനെ നടന്നുപോയി. അതെ, കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അല്പം എടുത്ത് പഞ്ചസാര തൊള്ളയിലിട്ട് നോക്കുമ്പോ തനിച്ച ഉപ്പാണ്, ഉപ്പ്. അപ്പൊ അടുത്ത ചാക്ക് അയാൾ പൊട്ടിച്ച് എടുത്തു നോക്കുമ്പോ ഉപ്പ്. എല്ലാ ചാക്കുകളും ഉപ്പിന്റെ ചാക്കുകൾ, പഞ്ചസാരയുടെ രൂപത്തിലുള്ള ഉപ്പ് ചാക്കുകൾ. ഉപ്പിന്റെ വിലയും പഞ്ചസാരയുടെ വിലയും രണ്ട് ലോകത്താണ്, നമുക്കറിയാം, അജഗജാന്തരമാണ്. അല്ലാ എന്ത് ചെയ്യും? അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവസാനം അവിടുന്ന് ഒരാളെ കണ്ടപ്പോ അയാൾ ചോദിച്ചു, എന്തെങ്ങനെ സംഭവിച്ചത്? അയാൾ വന്ന് പരിശോധിച്ചപ്പോ ഉപ്പാണ്. പറഞ്ഞു, ഇതിൽ കൂടെ ഒരാൾ പോയിരുന്ന് അയാള് അല്പം ഇങ്ങനെ എടുത്തപ്പോ ഞാനിങ്ങനെ ഒന്ന് കൊട്ടീനു, അടിച്ചീനു. എന്നാലേ അയാളൊരു മഹാനാണ്, അയാളെടുത്ത് പോയി പൊരുത്തപ്പെടിക്കാല്ല, നിവൃത്തിയില്ലായിരുന്നു. ഇയാൾ ഓടിയില്ലേ, ഇയാൾ എവിടെ ആക്കിയിട്ട് അയാൾ ഓടിയില്ലേ? അയാൾ ഓടി ചെന്നപ്പോ പാപ്പ അവിടെ ഒരു അങ്ങാടിയിലുണ്ട്. പാപ്പന്റെ കാല് പിടിച്ച്. അവര് വല്ലാത്ത സ്നേഹമുള്ളവരാണ്, കൃപയുള്ളവരാണ്. അവിടുന്ന് പറഞ്ഞു, ഒന്നും ദേഷ്യപ്പെട്ടില്ല. നീ എന്നെ പറഞ്ഞിട്ടല്ലേ, നീ എന്നെ ചീത്ത പറഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ നീ എന്നെ അടിക്കാൻ നിന്നിട്ടല്ലേ എന്നൊന്നും പറഞ്ഞില്ല. മറിച്ച്, അല്ലടാ അത് പഞ്ചസാര തന്നെയാണ്, നീ പൊയ്ക്കോ. അല്ല പാപ്പ, അത് ഉപ്പായി മാറിയാണ്. അല്ല, പഞ്ചസാര തന്നെയാണ്, നീ പൊയ്ക്കോ. വീണ്ടും പറഞ്ഞു, നിർബന്ധിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം വന്ന് നോക്കുമ്പോ, അടുത്ത് നോക്കുമ്പോ പഞ്ചസാര തന്നെ. ഇതാണ് മാമുക്കോയ പാപ്പ. പാപ്പാനെ പറ്റി ഇനിയും എനിക്ക് കുറെ രേഖാമൂലം കിതാബുകളിൽ കണ്ടത് തന്നെ പറയാനുണ്ട്.